വി.ഡി. സതീശൻ ഇറങ്ങുന്നു, മാധ്യമങ്ങളോട് സംസാരിക്കും. പ്രഖ്യാപനം ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇന്ന് തന്നെ തീരുമാനമുണ്ടായപ്പോ മുഖ്യമന്ത്രിയെ പ്രതീക്ഷിക്കാമായിരുന്നു. അവിടെ ശരി എവിടേക്കും വെച്ച കാര്യമില്ല, മുഴുവനില്ല. പക്ഷെ നല്ലൊരു വഴിക്ക് പോവാണ്. കേരള ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയ വി.ഡി. സതീശനും മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല. നേരത്തെ സണ്ണി ജോസഫ് ഇന്ന് പ്രഖ്യാപനം ഉണ്ടായേക്കും എന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ചു. വി.ഡി. സതീശന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായില്ല. വി.ഡി. സതീശനും ഹൈക്കമാൻഡ് നേതൃത്വത്തിന്റെ ചർച്ചയിലേക്ക് രാജാജി മാർഗിലുള്ള ഖാർഗെയുടെ വസതിയിലേക്ക് പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കും. ആ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിലുള്ള തീരുമാനം ഈ യോഗത്തിലൂടെ ഉണ്ടാകുമോ എന്നറിയാനുള്ള കൗതുകവും ആകാംക്ഷയുമാണുള്ളത് രാഷ്ട്രീയ കേരളത്തിന്. ഡൽഹിയിലെ ചർച്ചകൾ നടക്കാൻ പോകുന്നു, ആരംഭിക്കാൻ പോകുന്നു. ഇനി 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ആ 4 മണിയോടുകൂടി തന്നെ യോഗം ആരംഭിക്കാൻ പോകും. വിഷ്ണു പ്രസാദ് ചേരുന്നുണ്ട്. വിഷ്ണു, വി.ഡി. സതീശനും ഇറങ്ങി, സണ്ണി ജോസഫും ഇറങ്ങി. വി.ഡി. സതീശൻ പ്രതികരിച്ചില്ല. വിഷ്ണു, എല്ലാ നേതാക്കന്മാരും യോഗത്തിനായി പുറപ്പെട്ടോ? ഡൽഹി കേരള ഹൗസിൽ നിന്ന് വി.ഡി. സതീശനും സണ്ണി ജോസഫും ഇപ്പോഴാണ് പുറപ്പെട്ടിട്ടുള്ളത്. 4 മണിക്കാണ് യോഗം പറഞ്ഞിട്ടുള്ളത്. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ വെച്ച് നടക്കുന്ന യോഗമാണ്. സണ്ണി ജോസഫ് പറഞ്ഞത് പ്രധാനമായും 4 പേര് യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നാണ്. ഖർഗെ, അതോടൊപ്പം തന്നെ സണ്ണി ജോസഫ്, വി.ഡി. സതീശൻ, ഒപ്പം തന്നെ കെ.സി. വേണുഗോപാൽ. രമേശ് ചെന്നിത്തലയുടെ പേര് അദ്ദേഹം വിട്ടുപോയതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും രമേശ് ചെന്നിത്തല ഡൽഹിയിലെ കേരള ഹൗസിലില്ല. അദ്ദേഹം ഇന്ന് ഉച്ചയോട് കൂടി തന്നെ ഡൽഹി കേരള ഹൗസിൽ നിന്ന് മടങ്ങിയിരുന്നു. എന്നാൽ അദ്ദേഹം ഖാർഗെയുടെ വീട്ടിലെ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നേരിട്ടെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ സണ്ണി ജോസഫ് പറഞ്ഞതുപോലെയാണെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പേരില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നേരത്തെ നമുക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. കാരണം 4 പേർ പങ്കെടുക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും സണ്ണി ജോസഫിനെ കൂടാതെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്ന 3 പേരുകളായിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേരാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പേര് ഈ പട്ടികയിൽ ഇപ്പോൾ പറഞ്ഞ പ്രകാരം ഈ 4 പേരിൽ രമേശ് ചെന്നിത്തലയുടെ പേരില്ല എന്നതാണ് മറ്റൊരു വസ്തുത. എന്നിരുന്നാൽ തന്നെയും കേരളത്തിലെ മുഖ്യമന്ത്രി ഡൽഹിയിലെ ഈ ചർച്ചകൾ